ഉണ്ടാക്കാം. കാണാൻ ചെറുപയർ പോലെ ഇരിക്കുമെങ്കിലും ഇത് അതല്ല കേട്ടോ. ഇതാണ് മട്ക്കി. ഇത് മുളപ്പിച്ചിട്ടാണ് നമ്മൾ ഇന്നൊരു കറി ഉണ്ടാക്കാൻ പോകുന്നത്. ചൂടായ എണ്ണയിലോട്ട് ഒരു വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് അമ്മ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു സ്പെഷ്യൽ മസാലയാണ് കേട്ടോ. ഈ മസാല ഉണ്ടാക്കിയിട്ട് നമ്മൾ ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കും. എപ്പോഴാണോ കറികൾ ഉണ്ടാക്കുന്നത് ആ സമയത്ത് റിമൂവ് ചെയ്തിട്ട് നമ്മൾ യൂസ് ചെയ്യും. പിന്നെ ഇതിലോട്ടാണ് നമ്മൾ എല്ലാ പൊടികളും ഇടാൻ പോകുന്നത്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് ഗരം മസാല, പിന്നെ ബാക്കിയുള്ള സവാളയും പച്ചമുളകും എല്ലാം അതിലുണ്ട് കേട്ടോ. ആ മസാലയിൽ തന്നെ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് അതൊന്നും വേണ്ട ഉണ്ടാക്കാൻ. അതുകൊണ്ട് ഭയങ്കര ഈസിയാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് തക്കാളി നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ടാങ്കിനോസ് ഉണ്ടെങ്കിൽ ഈ കറി ഭയങ്കര ടേസ്റ്റി ആയിരിക്കും. പിന്നെ നന്നായിട്ട് മസാല ഒന്ന് വെന്ത് വരുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് ഉരുളക്കിഴങ്ങും പിന്നെ നമ്മൾ വഴുതനങ്ങയാണ് കേട്ടോ. ഇത് ഇടുമ്പോഴത്തേക്കും നല്ല കോമ്പിനേഷനാണ് മട്ക്കിയുടെ കൂടെ. ഇപ്പോൾ ലാസ്റ്റാണ് നമ്മൾ മട്ക്കി ഇടാൻ പോകുന്നത്. മട്ക്കി നല്ല മുളപ്പിച്ച് വെച്ചതാണ് കേട്ടോ. നന്നായിട്ട് കഴുകി ഒരു ദിവസം വെള്ളത്തിലിട്ട് വെച്ചിട്ട് പിന്നെ രണ്ടാമത്തെ ദിവസം തുണിയിൽ കെട്ടി വെച്ച് അങ്ങനെ മുളപ്പിച്ചെടുത്താണ് മട്ക്കി. ഇത് നല്ല ഗ്രേവി ആയിട്ടും ഉണ്ടാക്കാം, കുറച്ച് തിക്കായിട്ട് വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കാം. നമ്മൾ ചോറിന് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയത്. മസാല ഉണ്ടാക്കി വെച്ചതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമ്മുടെ കറി ഉണ്ടാക്കി കഴിഞ്ഞു കേട്ടോ. നമ്മളിത് എല്ലാത്തിലും യൂസ് ചെയ്യും കേട്ടോ. നോൺ വെജ് എന്തെങ്കിലും കറി ഉണ്ടാക്കാനാണെങ്കിലും ഈ മസാല തന്നെയാണ് യൂസ് ചെയ്യാറ്. പിന്നെ കടലക്കറി എല്ലാത്തിലും ഇത് തന്നെയാണ് യൂസ് ചെയ്യാറ്. അവർക്കും ഇത് ഭയങ്കര ഇഷ്ടമാണ്. മുളപ്പിച്ച പയറൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കൊടുക്കാറുണ്ട്. ചോറിൻ്റെ കൂടെ ഇത് അടിപൊളിയാണ് കേട്ടോ. വേറെ ഒരു കറിയുടെ ആവശ്യമില്ല. ഭയങ്കര ടേസ്റ്റാണ്.